നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? 89 ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നിങ്ങൾക്ക് ചിലപ്പോൾ അഖിൽമാരെ പറ്റി ആരെങ്കിലും ഒരുത്തം പറയുമ്പോൾ 10 പേര് ഒന്ന് തെറി വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. അല്ല, പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. അതാണ് കമ്മ്യൂണിസം. അപ്പം അങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട്. ഈവൻ BJPക്കെതിരെയുള്ള അവരുടെ തമാശ രൂപേണ അവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു നാടിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വകുപ്പ് യഥാർത്ഥ വിദ്യാഭ്യാസമാണ്. കാലഘട്ടപ്പെട്ട ആശയങ്ങളും പുതിയ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ നമ്മുടെ കുട്ടികളെ പഴയ സിസ്റ്റങ്ങൾ കുത്തിക്കയറ്റി വെച്ച് പഠിപ്പിച്ച് ഭാവിയിൽ അവരെ എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പഴയ സിസ്റ്റം ഇങ്ങനെ വിഷം പോലെ കുത്തിവെച്ച് കൊടുക്കുകയാണ്. ശിവൻകുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കും? 0 താഴോട്ട് പിടിക്കും. ഞാൻ ഒരു സെലിബ്രിറ്റി ജാടെ നാളിതുവരെ ഒരു മനുഷ്യനെടുത്തും കാണിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. ആകെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്, ഞാൻ 2-3 ആഡംബര വാഹനങ്ങൾ വാങ്ങി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കാം കുറച്ച് സെലിബ്രിറ്റി വാല്യുള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇപ്പുറത്ത് നോക്കും, ഉമ്മൻചാണ്ടി സാറിന്റെ മരുമോൻ 2020 സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂര്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയാണ്. കാര്യം എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനം സ്വീകരിക്കട്ടെ. ദൈവം തിരിച്ചറിയട്ടെ. കാര്യം കേരളം എന്ന ബിഗ് ബോസ് ഹൗസ് വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. എത്രമാത്രം അവെയറാണ് എന്തിനായിരിക്കും 2020 എന്നെ നേതാവാക്കിയിരിക്കുക, അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയായിരിക്കുക? എന്തായിരിക്കും 2020യുടെ ഇൻട്രസ്റ്റും ഇന്റൻഷൻസും അഖിൽമാരെ എത്രമാത്രം അവെയറാണ്? 2020 എന്തുകൊണ്ടായിരിക്കും ഇത്ര നാളും അഖിൽമാരെ വിളിക്കാതിരുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ വിളിച്ചത് എന്നുള്ള 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് 2021 എന്റെ സിനിമ താത്വിക അവലോകനം ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ സാബു ജേക്കബിനെ വിളിച്ചു. സാറേ, സാറും 2020 മുന്നോട്ട് വയ്ക്കുന്ന അതേ ആശയം തന്നെയാണ് എന്റെ സിനിമ. ശരിക്കും നീ കണ്ടിട്ടില്ലേ? സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണം നടന്നതാണോ? ഞാൻ പറഞ്ഞു, കാര്യം എന്റെ സിനിമ കോൺഗ്രസ്സുകാർ കാണത്തില്ല. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. കാരണം നമ്മൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP ഒക്കെയാണ് കൂടുതലും സർക്കാസ്റ്റിക്കലി പരിഹസിച്ചേക്കുന്നത്. കോൺഗ്രസിനെ ഞാൻ താരതമ്യേന കുറച്ച് ലിമിറ്റഡ് ആക്കിയേ പരിഹസിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ ചില പട്ടായ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയും, എന്തിന് രമേശ് ചെന്നിത്തലയുടെ ഉസ്മാന്റെ സാധനം വരെ അതിൽ ഞാൻ ചുമ്മാതെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിനെ താരതമ്യേന ഞാൻ കുറച്ച് താഴ്ത്തിയാണ് കാണിച്ചത്. എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ കുറച്ചും കൂടെ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് വരെ ഞാൻ ഷമ്മിത്തലിനെ കൊണ്ട് പറയുന്നുണ്ട്. പറയാനൊന്നും പാടില്ല, അല്ല പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. അതാണ് കമ്മ്യൂണിസം. അപ്പൊ അങ്ങനെ കുറെ ഡയലോഗ്സ് ഉണ്ട്. ഈവൻ BJPക്കെതിരെയുള്ള അവരുടെ തമാശ രൂപേണ അവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സംഭവിച്ചത് ജോജു ജോർജും കോൺഗ്രസുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ്ലി നമ്മുടെ സിനിമ ബഹിഷ്കരിച്ചു. കാര്യം ജോജു അഭിനയിക്കുന്ന സിനിമ എന്ന നിലയിൽ. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അവരെ എതിർക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണം. BJPക്കാർ K. സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കന്മാരെ മറ്റേ ബീഫ് വിഷയത്തിൽ ബീഫ് അല്ലട പട്ടികളെ ഉള്ളിയാന്നൊക്കെ പറഞ്ഞ ഡയലോഗ്സ് വൈറലാവുകയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാനുള്ള കാരണങ്ങളൊന്നും അവിടെ നിന്ന് ആരംഭിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ എഴുതിയത് എന്നാണ് സുരേന്ദ്രൻ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. സത്യം അങ്ങനല്ല. ഞാൻ അതിന് അന്നത്തെ ട്രോൾ അങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ സിനിമ സപ്പോർട്ട് ചെയ്യേണ്ടത് 2020 ആണെന്ന് 2020 മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഞാനങ്ങനെ ഈ സിനിമയുടെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ നമ്മളെ പാർട്ടിക്കാരത്തൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അഖിലിനെല്ലാവരും ആശംസകളും എന്നൊക്കെ പറഞ്ഞ് അന്ന് സംസാരിച്ചു. അന്ന് അദ്ദേഹം എന്നോട് 2020 ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ജോയിൻ ചെയ്തേനെ. പക്ഷേ 2020 എറണാകുളത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയാണ്. കാര്യം എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ മതപരമായിട്ട് ഒരാളെ പോലും ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാളെ മോശപ്പെടുത്താനോ അവരെ വിഷമിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല.
ഇപ്പോൾ സീക്രട്ട് ഏജന്റിനോട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അഖിൽ ഇത് വളരെ ബ്രില്യൻ്റ്ലി ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അതായത് അഖിലിന് BJP-യിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ BJP പലപ്പോഴും വിമർശിക്കപ്പെടുന്ന വർഗീയതയുടെയും ഈ ചാണകക്കുഴി ആശയങ്ങളുടെയൊക്കെ ഉള്ളിൽ പോയി വീഴാൻ പേടിയാണ്. അതുകൊണ്ട് 2020 ഒരു സ്റ്റാൻസ് എടുത്തുകൊണ്ട് ആ കുഴിയുടെ അറ്റത്ത് വന്ന് നിന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഏറെക്കുറെ ഇങ്ങനെയാണ്, മുഴുവനായും ഇങ്ങനെയല്ല. ഇതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അത് മുഴുവനുമായും ഒരു BJP-കാരനാവാൻ വയ്യാത്തത് കൊണ്ടാണ് 2020-യിലേക്ക് പോയത് എന്ന് അതിനെ എങ്ങനെയാ ഖണ്ഡിക്കുക? നിങ്ങൾ ആദ്യം രാഷ്ട്രീയം അറിയാവുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സീരിയസ്ലി ഞാൻ പറഞ്ഞത്, ഇവിടെ നടന്നിട്ട് ഞാൻ പലതും കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ കുറിച്ചിട്ട് ABCD എന്താണെന്ന് രാഷ്ട്രീയമെന്നോ ഇന്നലകളിൽ നടന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വെറും സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, വായി തോന്നുന്ന പറയുക, അങ്ങനെ കുറേ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്താണ് നാടിന് പ്രയോജനം? നിങ്ങൾക്ക് ചിലപ്പം അഖിൽമാരെ പറ്റി ആരെങ്കിലും ഒരുത്തം പറയുമ്പോൾ 10 പേര് ഒന്ന് തെറി വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. 2020 BJP-യുടെ ചാണകക്കുഴിയുടെ അറ്റത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ വിവരക്കേട്. നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? ഇത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് അല്ലെങ്കിൽ 89-ൽ ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നമ്മൾ ഈ പ്രാദേശിക വിഷയങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടാകിൽ പള്ളി പൊളിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്നൊക്കെ. സംഘടനയുടെ വലിപ്പം വെച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ RSS വലിയ സംഖ്യാബലമുള്ള സംഘടനയാണ്. അങ്ങനെ അത്രയും സംഘടനാ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് നിങ്ങൾ അങ്ങനെയാണല്ലോ ആക്ഷേപിക്കുന്നത് ഇവരെയൊക്കെ. അത് ഞാൻ പറഞ്ഞ ഒരാളുടെ ലക്ഷ്യം അതാണെങ്കിൽ ചെയ്യില്ലേ? കേരളത്തിൽ BJP-ക്ക് വർഗീയത പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണെന്ന് ഈ സാബു ജേക്കബിന്റെയും 2020-യുടെ ആവശ്യം BJP-ക്ക്? അവരെ കൂടെ കൂട്ടുന്നത് വർഗീയത പ്രചരിപ്പിക്കാനാണോ? ഇപ്പം വിഷ്ണുവിന് കേരളത്തിൽ ആത്മീയത പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെ പിടിച്ച് എൻ്റെ തലപ്പത്ത് വയ്ക്കൂ. അങ്ങേര് ആത്മീയത പ്രചരിപ്പിക്കുന്ന ആളല്ലെന്ന് വിഷ്ണുവിന് അറിയാം. അപ്പം വിഷ്ണുവിൻ്റെ ലക്ഷ്യം യുക്തിവാദം പ്രചരിപ്പിക്കലാണെന്ന് തിരിച്ച് പറയേണ്ടി വരും. ഇനി യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിദാനന്ദപുരി സ്വാമിയെ പിടിച്ച് എൻ്റെ തലപ്പത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? BJP-യുടെ ലക്ഷ്യം വർഗീയത പ്രചരിപ്പിക്കലല്ല എന്നും ഈ കേരളത്തിൽ വികസനമാണെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അവർക്ക് 2020-യെ കൂടെ കൂട്ടാനും എറണാകുളം ജില്ലയിൽ നിന്ന് ആ പാർട്ടിയുടെ ആശയത്തെ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാൻ BJP-യുടെ A-class സീറ്റുകൾ പോലും 2020-ക്ക് അവർ വിട്ടുകൊടുത്തത്. അപ്പൊ അവരുടെ ലക്ഷ്യം അതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. തൃപ്പൂണിത്തറ പോലെ നഗരസഭ BJP ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വിട്ടുകൊടുത്തത്. 2020-യുടെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഈ അഖിൽമാർ പറയുന്നതോളം അത്രത്തോളം സീരിയസ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പോലും ഇല്ലാത്ത നേതാക്കളെ അവർ കാൻഡിഡേറ്റ്സ് ആയി വെച്ചത്? പ്യുവർ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇതൊരു തുടക്കമാണ്. ഇപ്പം നമ്മളിപ്പോൾ 1925-ൽ RSS തുടങ്ങിയപ്പോഴും ഈവൻ 2 സീറ്റ് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തൊന്നും ആരും അറിഞ്ഞില്ലല്ലോ ഇതൊരു കാലത്ത് രാജ്യം ഇങ്ങനെ അപ്രമാദത്തോട് ഭരിക്കുമെന്നുള്ള കാര്യം. തുടക്കത്തിൽ ഉണ്ടാവുന്ന ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ 19 സീറ്റിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനമൊന്നും എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന്, അതായത് നമ്മുടെ ആശയം ഈ 2020 മുന്നോട്ട് വെച്ചേക്കുന്ന ആശയം കേരളത്തിലുടനീളം എല്ലാ ജനജനത്തിൻ്റെ മനസ്സിലുമുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു മാതൃകയുമാണ്. പക്ഷെ നമുക്ക് അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതായത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു അല്പം വിദ്യാഭ്യാസം, സിസ്റ്റം, അതായത് ഇപ്പം BJP-ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ CPM-ന് ഇവർക്കെല്ലാം താഴെത്തട്ടിൽ വേരോട്ടമുണ്ട്, ബൂത്ത് അടിസ്ഥാനത്തൊക്കെ ആളുണ്ട്. 2020-യുടെ എല്ലാം ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനൊരു രസം പറയട്ടെ, ഇന്നിപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, എൻ്റെ കൂടെ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നടക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന 2020-യുടെ ഈ കാക്കനാട് മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹം ഒരു 10-150 കോടി ആസ്തിയുള്ളൊരു വലിയ മുതലാളിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ നടക്കുന്ന കണക്ക് ഞാൻ 1-2 സ്ഥലത്ത് ചൂടാവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ എടുത്ത്. ഇത് എൻ്റെ പൊന്ന് ജെയിംസ് ചേട്ടാ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അത്രയും ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മറ്റേ MDF-ൻ്റെയും പ്ലൈവുഡിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്ന് പുള്ളിയുടെ ഓഫീസിൽ പോയപ്പോഴാണ് ഞാനൊക്കെ കാണുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പം ഇയാൾ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ അല്ല, അങ്ങനെ ഒരാള് നമ്മൾ കാണുന്നൊരു സാധാരണക്കാരനെ പോലെ ഫുൾ ടൈം നമ്മളോട് നടക്കുകയാണ്. അപ്പം ഓഫീസിൽ തന്നെ പുള്ളി ചോദിക്കുകയാണ്, ഞാൻ ഒരാഴ്ച ഇവിടെ കയറിയിട്ടെന്ന്. എന്തിന്? പൈസ ഉണ്ടാക്കാനാണോ? അല്ല, പ്രത്യയശാസ്ത്രത്തിലുള്ള അവർക്ക് ഈ നാട്ടിലെ പാവങ്ങളോട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത കൊണ്ട് നടക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത് 10,000 കോടി ആസ്തിയുള്ള സാബു ജേക്കബിന് ഇതിന്റെ പിന്നാലെ പോണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും ചെയ്യുമോ? എന്തൊരു തലവേദനയാണ്. മാധ്യമങ്ങളുടെ തെറിവിളി കേൾക്കണം, നാട്ടുകാരെ തെറിവിളി കേൾക്കണം.
അപ്പോൾ ഇത് നമ്മൾ അതാ പറഞ്ഞ ഇന്റൻഷൻ മനസ്സിലാക്കൂ. കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ അപ്പോൾ ഇവർക്ക് ഞാൻ പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു കുറവുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കാം കുറച്ച് സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ 2-3 പേരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നോക്കും, ഉമ്മൻചാണ്ടി സാറിന്റെ മരുമോൻ 2020 സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂര്. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തിത്വങ്ങൾ, അതായത് പ്രൊഫഷണലി വെൽ നോൺ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ 2020 ഭാഗമാണ്. ഈ ബി ജെ പിയുടെ മറ്റ് സ്റ്റാർ ആയ ആളുകളുണ്ടല്ലോ, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൻ, അവരൊക്കെ ഇറങ്ങുമോ അഖിൽമാരാർക്ക് ഒരു സപ്പോർട്ടായിട്ട്? അല്ല, അത് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം BJP ഫോക്കസ് ചെയ്യുന്നത് BJPയുടെ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പം അവിടേക്കാണ് അവരുടെ ഒരു മിഷനറി മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 2020യുടെയും നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കരയിലെ സുരേഷ് ഗോപിയുടെ ഒരു സൗഹൃദമൊക്കെ ഉള്ള, സൗഹൃദ വലയത്തിലൊക്കെ ഉള്ള ഒരാളല്ലേ? അതെ, നല്ല അടുപ്പമാണ്, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മറ്റ് ബിഗ് ബോസ് താരങ്ങൾ, ഇപ്പൊ സാധാരണ സിനിമാ താരങ്ങൾ അവരുടെ ഒരു എന്താ പറയാ, വോട്ട് ചോദിക്കാനൊക്കെ വേണ്ടി സിനിമാ താരങ്ങളൊക്കെ തന്നെയാണല്ലോ ഇറക്കാറ്. ഇപ്പൊ ഗണേഷ് കുമാറൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഉണ്ണിമൂന്തൻ വരാന്ന് പറഞ്ഞാണ് ബിഗ് ബോസിൽ. എൻ്റെ അടുത്ത ഇപ്പം അനിയൻ മിഥുൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറി വന്നു. അതാണ് ഞാൻ വിഷ്ണു നേരത്തെ ചോദിച്ചില്ലേ, ഈ ബിഗ് ബോസിന്റെ സാധനം ചോദിക്കുന്ന സാധനം. അഖിൽമാരാരുടെ രാഷ്ട്രീയത്തിലുള്ള മറ്റൊരു ഗുണമാണ് ബിഗ് ബോസിൽ ഞാനും മിഥുനും തമ്മിൽ. മിഥുൻ എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് എതിർക്കുകയും ഭയങ്കരമായി മോശം പറയുകയും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്നതിന്റെ മാക്സിമം പറയുകയും ചെയ്യുന്ന മിഥുനെ അവൻ്റെ ഒരു കഥ പറച്ചിൽ കൊണ്ട് അവൻ പെട്ടുപോവുകയും അവനെ മൊത്തത്തിൽ സമൂഹം ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വോട്ട് കിട്ടുമോ, അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ആകുമോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അവസാന സമയത്തും ഇതിനെ ചേർത്ത് പിടിച്ചാൽ ഞാൻ നിന്നത്. കാര്യം കൂട്ടം ചേർന്ന് സമൂഹം മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം താമസിച്ച എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ ഒരു അനിയനെ ആക്ഷേപിച്ചപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ നാട് മുഴുവൻ എന്നെ തെറി വിളിച്ചാലും വേണ്ടില്ല, ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കും. കാര്യം അവൻ വേറെ ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തില്ല, അവനൊരു കള്ളം പറഞ്ഞു. ആ അഖിലിൻ്റെ ഒരു മനസ്സുണ്ട്, കുറ്റം പറഞ്ഞവനെയും ചേർത്ത് നിർത്താനുള്ള മനസ്സുണ്ട്. അതാ എനിക്കിതൊന്നും പ്രശ്നമല്ല. ഞാൻ എന്നെ ഇപ്പം എത്ര ആൾക്കാർ തെറി വിളിക്കുന്നു, കുറ്റം പെടുത്തുന്നു, ഇതൊന്നും എന്റെ ചാരിറ്റി കുറച്ചുകൂടി പേഴ്സണൽ ആവുന്നതല്ലേ ആണല്ലോ. ആയിരക്കണക്കിന് നിങ്ങൾക്ക് ഞാൻ കൊണ്ട് കാണിച്ചു തരും. നിങ്ങളെ മൊബൈൽ ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരക്കണക്കിന് കാണിക്കേണ്ടി വരും. ഇന്നിപ്പോൾ ഉല്ലാസേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ആരൊക്കെ ഇത് അയച്ചതെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ചേട്ടൻ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം പറഞ്ഞു എനിക്കിതൊന്നും പ്രശ്നമില്ലടാ, ഓരോരുത്തരും എന്തെങ്കിലും വെച്ചാൽ പറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പോ അഖില് തന്നെ എന്താ പറയാ, ചോദ്യപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചപ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഒരാൾ ഒരു പരിധി കൂടുതൽ നമ്മളെ മനസ്സിലാക്കാതെ ആക്ഷേപിക്കുമ്പോൾ, ഇപ്പം ബാലേട്ടൻ സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാലേട്ടനെ കുടുംബം ഉൾപ്പെടെ ആക്ഷേപിക്കുകയാണ്. അതായത് അച്ഛന് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചൊരു മകൻ അയാളുടെ സത്യം പുറത്തു പറയാതെ പറയുമ്പോൾ അയാളുടെ കൂട്ടുകാർ, അവസാനം ഭാര്യ ഉൾപ്പെടെ വന്ന് തെറി വിളിക്കുമ്പോഴും പുള്ളിക്ക് ഇത് പറയണമെന്നില്ല. അപ്പൊ അയാളുടെ മനസ്സിനെ മനസ്സിലാക്കി അവസാനം ഇന്നസെന്റ് ഏട്ടൻ വന്ന് പറയുമ്പോഴാണ് ബാലേട്ടനെ എല്ലാവരും തിരിച്ചറിയുന്നത്. അപ്പൊ ഇത് ഒരുപാട് സിനിമകൾ ഉപയോഗിച്ചൊരു ഹിറ്റ് ഫോർമുല കൂടിയായിരുന്നു സത്യത്തിൽ. ഇത് എനിക്ക് തോന്നുന്നു കഥ പറയുമ്പോൾ സിനിമയിൽ ഇത് നടക്കാം, ഒരാൾ പല പടങ്ങളിലും, അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സത്യം, അതായത് നമ്മുടെ ഉള്ളിലെ സത്യം സമൂഹം തിരിച്ചറിയാതിരിക്കുക. നമ്മളിത് എന്തിനാണ് പറയുന്നത് പോട്ടെ, പക്ഷേ ആക്ഷേപം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല ആൾക്കാരും വയനാട്ടിൽ എന്തോ നീ വീട് വെച്ച് കൊടുത്തില്ല, നീ എന്താ ചെയ്തു, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് എൻ്റെ കൂട്ടുകാർ ഇവിടെ അവിടെ നിന്ന് വണ്ടി, അതിൽ ഒരാൾ KSEB എഞ്ചിനീയറാണ്, ഇവരെല്ലാം പ്രൊഫഷണലി അവർ തിരക്കുള്ളവരാണ്. അവരെന്തിനാണ് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ എനിക്ക് വേണ്ടി വന്ന് പ്രചരണത്തിന് വരുന്നത്? അതുപോലെ എൻ്റെ നാട്ടുകാരുടെ അടുത്ത് നിങ്ങൾ ഇപ്പോഴും ചെല്ലൂ, നിങ്ങൾ കൊട്ടാരക്കര ചെന്ന്. ഞാൻ വളരെ കോൺഫിഡൻസ്. സാധാരണ ഏതെങ്കിലും സെലിബ്രിറ്റികൾക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാറുണ്ടോ? എൻ്റെ അറിവിലില്ല. കാര്യം ഇവർ നാടുമായിട്ട് യാതൊരു ബന്ധം കാണത്തില്ല. ഞാൻ ബിഗ് ബോസ് ജയിച്ചതിന് ശേഷം എൻ്റെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരുടെ കൂടെയും എൻ്റെ നാട്ടിലെ സാധാരണക്കാരുടെ കൂടെയും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്കൊപ്പം പോവുകയും തൊഴിലാളികളുടെ ഒക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു സെലിബ്രിറ്റി ജാടെ നാളിതുവരെ ഒരു മനുഷ്യനെടുത്തും കാണിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. അപ്പം വളരെ സാധാരണക്കാരനായി തന്നെ ആകെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്, ഞാൻ 2-3 ആഡംബര വാഹനങ്ങൾ വാങ്ങി. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വേദനിച്ചവൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് വാഹനങ്ങളോടുള്ള കമ്പം കാരണം വാഹനങ്ങൾ വാങ്ങി എന്നുള്ള ഒരേ ഒരു തെറ്റല്ലാതെ ഞാൻ എൻ്റെ എന്നിട്ട് പോലും ഞാൻ ഇപ്പം മിനി കൂപ്പർ വാങ്ങി, ഇതിൻ്റെ വാങ്ങി എന്നതോട് ഒരു സന്തോഷം പങ്കുവെച്ചതല്ലാതെ ഒരു വീഡിയോ നാളിതുവരെ 2 വർഷമായിട്ട് ആ വണ്ടിയിൽ ഞാൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഞാൻ BMൻ്റെ ബൈക്ക് എടുത്ത സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഇതെല്ലാം വിറ്റു. മിനി കൂപ്പർ ഞാൻ വിറ്റു, കുറച്ചോളം മുമ്പ് വിറ്റു. BMൻ്റെ ബൈക്ക് ഞാൻ വിൽക്കാൻ കൊടുത്തു. കാര്യം എനിക്കിത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു കാലത്ത് CC പിടിച്ചോണ്ട് ഒരു ബാലേട്ടനാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നും നമുക്ക് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് പല പ്രശ്നങ്ങളും ചോദിച്ച് പലരും. അപ്പം ഇങ്ങനെ പല മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് എനിക്കൊരു രാഷ്ട്രീയക്കാരനാവണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം വേണം. ഇപ്പം ഉടനെ വിഷ്ണുവിന് ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, ഒറ്റയ്ക്ക് ഇന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. അതായിരുന്നു ആക്ച്വലി എൻ്റെ അടുത്ത ചോദ്യം. എനിക്കറിയാം, അത്
മനസ്സ് റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത്. അതിലേക്ക് രാഷ്ട്രീയ സന്നാഹങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ അഖിൽമാരാർ. അതാണ് ഇനി തിരിച്ച് ഇത്രയും വ്യക്തിപ്രഭാവമുള്ള ആൾക്ക്. അത് ഞാൻ തിരിച്ചു പറയുന്നത്, നീ ഇത് തന്നെ ചോദിക്കാൻ പോകുന്നത് അറിയാവുന്നതുകൊണ്ടാണ് ഈ പല ആൾക്കാർക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുന്നത് എനിക്ക് അറിയാം അടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വരുന്നത്. ഇപ്പം വിഷ്ണു പുറത്തോട്ട് ഇറങ്ങി പോകുന്നു, സീപോർട്ട് റിപ്പോർട്ടിൽ പോകുന്നു, അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. പെട്ടെന്ന് വിഷ്ണു പോയിട്ട് അതിനകത്ത് ഇടപെടുകയാണ്. ചിലപ്പോൾ ആരെങ്കിലും 2 തലക്കടി നിന്നിട്ട് മാറിക്കിടാന്ന് പറയും. മൂവി വേൾഡിന്റെ മൈക്കും പിടിച്ചുകൊണ്ട് ഒരു ക്യാമറയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലോ ഞാൻ മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകനായി നിന്റെ കോൺഫിഡൻസ് കൂടി, നിനക്ക് ധൈര്യം കൂടി, നേരത്തെ ചോദിച്ച അതേ ചോദ്യം കൂടുതൽ കോൺഫിഡൻറ്റോടെ നീ ചോദിക്കും, കേൾക്കാൻ അവൻ കാതു തരും. അഖിൽമാരാർ പോയിട്ട് കാക്കനാട് മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും കയറി ചെന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പാവപ്പെട്ടവന്റെ കാര്യം ചെയ്ത് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇയാൾ ആരുടെയെന്ന് ചോദിക്കും. ഞാൻ തൃക്കാക്കര മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, ഇവൻ എൻ്റെ വോട്ടറാണ്, എനിക്ക് ഇവന്റെ കാര്യം ചോദിക്കണമെന്ന് ഞാൻ ചെന്ന് കയറിയാൽ അവനത് കേൾക്കും, അവൻ കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ബാക്കി പരിപാടി ചെയ്യാം. കാരുണ്യ പ്രവർത്തികൾക്ക് ഒരു ഒതന്റിക് സ്വഭാവം വരും. പ്രവൃത്തി എന്നല്ല, ഈ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങൾക്കും ഇടപെടാനുള്ളൊരു ധൈര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതിലൂടെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മന്ത്രിയാവുകയെന്ന് വിചാരിക്കുക, പൊതുഭരണം, ആഭ്യന്തരം, ഗതാഗതം, യുവജനക്ഷേമം, ഇതിലേത് തിരഞ്ഞെടുക്കും? വിദ്യാഭ്യാസം. എന്തുകൊണ്ട് വിദ്യാഭ്യാസം? ഒരു നാടിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വകുപ്പ് യഥാർത്ഥ വിദ്യാഭ്യാസമാണ്. കാലഹരണപ്പെട്ട ആശയങ്ങളും പുതിയ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ നമ്മുടെ കുട്ടികളെ പഴയ സിസ്റ്റങ്ങൾ കുത്തിക്കയറ്റി വെച്ച് പഠിപ്പിച്ച് ഭാവിയിൽ അവരെ എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പഴയ സിസ്റ്റം ഇങ്ങനെ വിഷം പോലെ കുത്തിവെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് മാർക്ക് മേടിച്ച് പാസ്സായ ഒരുത്തനാണ്. എന്നെ സ്കൂളിൽ പഠിച്ച ഒന്നും എനിക്ക് ഇന്നത്തെ കാലത്ത് പ്രയോജനപ്പെട്ടിട്ടില്ല. ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടേണ്ടതെന്ന് എന്നെ 2004 2003 പാസ്സായവനാണ് ഞാൻ. അപ്പം എന്നെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലെ അന്നത്തെ തലമുറയിലെ അധ്യാപകർക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഒരിക്കലും അറിയാൻ കഴിയില്ലായിരുന്നു 2020 എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാലഘട്ടത്തെ മുൻകൂട്ടി മനസ്സിലാക്കി ഒരു 15 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റം ഒരുക്കി കൊടുക്കണമെങ്കിൽ, സർഗാത്മകമായ ഒരുവൻ്റെ കഴിവിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, യേശുദാസിനെ പഠിപ്പിച്ച് പാട്ടുകാരനാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസമെന്നും, സച്ചിൻ ടെണ്ടുൽക്കർക്ക് ബാറ്റ് എടുത്ത് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസമെന്നും, യേശുദാസിനെ ഡോക്ടറാക്കി കഴിഞ്ഞാൽ അയാൾ ഓപ്പറേഷൻ ചെയ്ത് ആരെങ്കിലും കൊല്ലുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അയാളുടെ കഴിവ് കിടക്കുന്നത് സംഗീതത്തിലാണ്. സച്ചിന് ബാറ്റാണ് കൊടുക്കേണ്ടതെന്നും സച്ചിനെ എഞ്ചിനീയർ ആക്കിയാൽ ചിലപ്പോൾ പണിയുന്ന ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുമെന്നും മനസ്സിലാക്കാനുള്ള ബോധം അധ്യാപകർക്ക് ഉണ്ടാവണം. ആ അധ്യാപകർക്ക് അത് ഉണ്ടാവണമെങ്കിൽ കൃത്യമായൊരു സിസ്റ്റം ആ അധ്യാപകനത് എത്തിക്കണം. കുട്ടികളെ സർഗാത്മകമായിട്ട് കഴിവ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ഭാവി രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. കുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കും 10 വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക്? 0 താഴോട്ട് പിടിക്കും. ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടെന്നുള്ള കുറച്ച് PR വർക്കിന്റെ പേരിൽ കുറച്ച് സോഷ്യൽ മീഡിയയിൽ 4 കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും ആവത്തില്ല. പിള്ളേരെ കൊണ്ട് അപ്പൂപ്പാന്ന് വിളിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും ആവത്തില്ല. സിസ്റ്റത്തെ പരിഷ്കരിച്ച് ഇപ്പം എനിക്കും 10 വയസ്സും ഉള്ള ഒരു മകളുണ്ട്, 8 വയസ്സുള്ള മകളുണ്ട്. അപ്പം സിസ്റ്റത്തെ പരിഷ്കരിക്കാനും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ വരും കാലത്തെ മനസ്സിലാക്കിയിട്ട് അവരെ ഇന്നേ പ്രാപ്തരാക്കുന്ന രീതിയുമാണ് നമുക്ക് വേണ്ടത്. അതായത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ DDT പണ്ടിട്ടാൽ എറുമ്പ് ചാവുമായിരുന്നു. എറുമ്പുകൾ DDTയെ അതിജീവിക്കാൻ അതിൻ്റെ DNA സ്ട്രക്ചർ സൃഷ്ടിച്ചപ്പോഴത്തേക്ക് DDT ഇടുന്ന മണ്ടന്മാരുണ്ടല്ലോ, അത് മാറി അടുത്ത സാധനം ഇട്ട് കൊടുക്കണം. ആ തിരിച്ചറിവാണ് വിദ്യാഭ്യാസം. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയി മാറണമെങ്കിൽ വരും കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിയണം. സ്കിൽ ഓറിയന്റഡ് ആവണം. സ്കിൽ ഓറിയന്റഡ് മാത്രമല്ല, നമ്മൾ ആ സിസ്റ്റത്തിനൊപ്പം, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും, നമുക്ക് ഓടി ജയിക്കാൻ പറ്റത്തില്ല. ഇനി AI ടെക്നോളജി വരുന്ന സമയത്ത് VFX പഠിച്ചവനും ഗ്രാഫിക്സ് പഠിച്ചവനും ഇന്നിപ്പോ 4 ചോക്ക് ഗ്രാഫിക്സ് പഠിച്ചവരൊക്കെ അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ പരമാവധി ആദ്യം എവിടെയാണോ നടക്കുന്നത് അവിടെ പോയി പഠിച്ചിട്ട് വരണം. ഇപ്പോൾ ഒരുപക്ഷെ USA-ലോ ചൈനയിലോ എവിടെയാണോ നടക്കുന്നത് അവൻ ചിലപ്പം ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 5-6 വർഷം പുറകെ ആയിരിക്കും. അപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞ് അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠിക്കണം. അല്ലാതെ നെതർലൻഡ്സിൽ കറങ്ങാൻ പോയിട്ട് വീണ്ടും പ്രളയം വന്നുമ്പോഴത്തേക്ക് വെള്ളക്കെട്ടുണ്ടാക്കുന്ന പുതിയ സിസ്റ്റം അല്ല. അതവിടെ കറങ്ങാൻ പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് മന്ത്രിമാരിഞ്ഞ് പോരുന്നു. ഇവിടെ വീണ്ടും വെള്ളക്കെട്ടാണ്. കുട്ടനാട്ടിലെയും ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടാണ്. കുട്ടനാടിനെ മനോഹരമായ ആംസ്റ്റർഡാം പോലെ നെതർലൻഡ്സ് പോലെ മനോഹരമാക്കുന്നൊരു പ്രദേശമാക്കി മാറ്റാൻ പറ്റും. ഞാൻ അവിടെ പോയതാണ്. ഞാനവിടെ പോകുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു, ചേടാ ഇതെൻ്റെ നാട്ടിൽ, എൻ്റെ കേരളത്തിൽ ഇതെല്ലാം ഇല്ലേ, ഇതെന്തേ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത്? എൻ്റെ കൊല്ലത്തെ മൺട്രോത്തുരത്തിൽ വന്നാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ലേ? ലോകത്തെ ഇവിടേക്ക് നിനക്ക് ആകർഷിച്ചുകൂടെ? ഇവിടെ ഒരു പുല്ലും ചെയ്യാതെ ഇവിടെ മൊത്തം എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ചോറും മറ്റേ ഇച്ചിരി മുളകും വെളിച്ചെണ്ണ ഒഴിച്ച് ചോറ് കഴിച്ച് വളർന്നു വന്നവനാണ്.
ഇതേപോലെ വേറൊരു കുടുംബത്തിൽ വേറൊരു കുട്ടി ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചും വളർന്നു വന്നവനാണ്. രണ്ടായാലും മക്കൾ വളരും. രണ്ടായാലും 16 വയസ്സോ 20 വയസ്സോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും വളരും. പക്ഷേ അഖിൽമാരാർക്ക് അൾസറും പൈൽസും പ്രശ്നങ്ങളും ഉണ്ടാവും. മറ്റവനത് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് വളർത്തി എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾ ചെയ്തു. 50 വർഷം കൊണ്ട് ഇത്രയും മതിയായിരുന്നോ? ഇതായിരുന്നോ ചെയ്യേണ്ടത്? നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറയാതെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ആൾക്കാർ പച്ചക്കറി തന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? അരി തന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ അത് ഈ രാജ്യത്തെ പ്രകൃതി വിഭവത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാവണം. കേരളത്തിൽ പച്ചക്കറി ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? പച്ചക്കറി അതുപോലത്തെ സാധനമല്ലല്ലോ. അല്ലെങ്കിൽ നെൽകൃഷി ഇവിടുന്ന് ഇല്ലാതാക്കി കളയുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? നമ്മുടെ നാട്ടിൽ ഒരു 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 ഉൽപാദന കേന്ദ്രം, അതായത് ഒരു ഇവിടെ എല്ലാം ഇപ്പം നമ്മൾ പറയുമ്പം ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ ഇപ്പം കൊച്ചിയിൽ ലുലു മാൾ യഥാർത്ഥത്തിൽ എന്താണ്? വിപണന കേന്ദ്രമാണ്. കേരളത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം വിപണന കേന്ദ്രങ്ങളാണ്. വിപണന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യിലുള്ള പണം നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് അവൻ്റെ സാധനങ്ങൾ നമ്മൾ മേടിച്ചുപയോഗിക്കുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള പണം അവൻ്റെ കയ്യിലെത്തുകയും അവൻ എവിടെ നിന്നാണോ ഇത് പർച്ചേസ് ചെയ്യുന്നത് അവിടേക്ക് പൈസ പോവുകയും ചെയ്യും. ലുലുമാളിലിരിക്കുന്ന പല സാധനങ്ങളും കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. മലയാളി ചെയ്യുന്നത് അവൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് കൊടുക്കുക ചെയ്യുമ്പോൾ ഒരു പൈപ്പ് ലൈൻ പോലെ പുറത്തു നിന്നുള്ള സംസ്ഥാനത്തു നിന്നോ പുറത്തു നിന്നുള്ള രാജ്യത്തേക്കോ ഇത് പൈസയായിട്ട് അവിടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ പൈസ ഉണ്ടാക്കുന്ന എന്ത് പരിപാടിയാണ് നമുക്കുള്ളത്? ഇവിടെ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് പുറത്തുനിന്നുള്ളതിൻ്റെ പൈസ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത്? അതിവിടെ ആകെയുള്ളൊരു സ്പേസ് ടൂറിസമാണ്. അതുപോലും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏത് കാര്യത്തിലാണ് ഇവരിവിടെ ഈ നാട് നന്നാക്കിയെന്ന് പറയുന്നത്? അപ്പോൾ വിഷ്ണു ഒന്ന് ചിന്തിച്ചു നോക്കും. വിഷ്ണു പുതിയ യുവാക്കൾക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു സമയത്ത് ചവറ ടൈറ്റാനിയത്തിലുണ്ടായിരുന്നു, അത് നശിപ്പിച്ചു. അപ്പോൾ പുനലൂർ പേപ്പർ മില്ലുണ്ടായിരുന്നു, നശിപ്പിച്ചു. കുണ്ട്രയിൽ അലിൻഡുണ്ടായിരുന്നു, നശിപ്പിച്ചു. ഈ എല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെല്ലാം ഇപ്പം തന്നെ കിറ്റക്സിനെ നശിപ്പിക്കാൻ വേണ്ടി പരമാവധി നോക്കി. കിറ്റക്സ് ഇവിടെ ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് പോകുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം 1 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കിറ്റക്സിന്റെ എടുക്കണമെങ്കിൽ അവൻ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു ഡ്രസ്സായിരിക്കണമല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതിവിടെ നിന്ന് കിറ്റക്സ് ഉണ്ടാക്കുമ്പോൾ ആ കിറ്റക്സിനെ ഇവിടെ കിടന്ന് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഇവരെ എങ്ങനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും? ഏത് കാര്യത്തിൽ നമുക്ക് അനുകൂലിക്കാൻ പറ്റും? ബസ്സിന് കല്ലെറിഞ്ഞും നാട്ടുകാരെ ചീത്ത വിളിച്ചും ടീച്ചർമാരെ ചീത്ത വിളിച്ചും കുറേ എണ്ണം സ്കൂൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഒരുത്തനൊരു സിനിമ എടുത്ത് പോയതുകൊണ്ടോ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടതുകൊണ്ടോ ഡോക്ടർ ആയതുകൊണ്ടോ അവൻ കൊള്ളരുതാതെ നിനക്ക് എന്ത് രാഷ്ട്രീയം അറിയാടെന്നാണ് ചോദിക്കുന്നത്. ഈ വിവരക്കെട്ട സിസ്റ്റമേ നമ്മൾ എടുത്ത് കളയണം. സിനിമാക്കാരനായി എന്നൊരു തെറ്റല്ല, ബിസിനസ്സുകാരനായിപ്പോയി എന്നുള്ള തെറ്റല്ല, ഡോക്ടറായി എന്നുള്ള തെറ്റല്ല. എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അപജയം? ഏതെങ്കിലും രക്ഷകർത്താക്കൾ, ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ, ഞാൻ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ രക്ഷകർത്താക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരു രക്ഷകർത്താവ് നിങ്ങളെ മക്കളെ പഠിപ്പിച്ച് MLA ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരാളില്ല, ഒറ്റയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല നാളിതുവരെ. എന്താ കാര്യം? അനുകരിക്കാൻ തോന്നത്തക്ക, ആദരിക്കാൻ തോന്നത്തക്ക, മാതൃകയാക്കാൻ തോന്നത്തക്ക രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ രക്ഷകർത്താക്കൾ കാണുന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പഠിച്ചു, മോഹൻലാലിനെ മമ്മൂട്ടിയെ കണ്ടിട്ട് സിനിമയിൽ വരാൻ വേണ്ടി പ്രയത്നിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ട് എനിക്കെൻ്റെ നാട് നയിക്കണമെന്ന് കരുതി രക്ഷകർത്താക്കൾ മക്കളെ നിയോഗിക്കുമോ? കാര്യം എന്താ? ഭയമാണ്. സ്കൂൾ രാഷ്ട്രീയത്തിൽ എൻ്റെ മക്കളുടെ വല്ലവൻ്റെ അടി കൊണ്ട് തലപൊട്ടി കിടക്കുന്ന കാണാനുള്ള ശേഷി രക്ഷകർത്താക്കൾക്കില്ല. SFI കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും കണ്ടിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വിടാൻ പറ്റുന്നത്? ഇപ്പോൾ 2020 എല്ലാ ആൾക്കാരെയും നോക്കുക, എല്ലാം ബിസിനസ്സുകാരാണ്, എല്ലാം പ്രൊഫഷണൽസാണ്, ഡോക്ടേഴ്സാണ്. അവരാരും രാവിലെ തൊട്ട് വൈകുന്നേരം ഇറങ്ങി ആരെയും തെറി പറഞ്ഞ് നടക്കുന്നവരല്ല. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ജെയിംസ് ചേട്ടനെ പോലെയുള്ള ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതേ മനുഷ്യർ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ കാഴ്ചപ്പാടുകൾ കൊണ്ടും കഴിവ് കൊണ്ടും നിയമനിർമ്മാണ സഭയിൽ ചോദ്യം ചോദിച്ചാൽ പോരെ? നടുറോട്ടിലിറങ്ങി ഒരുത്തനെ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമുക്ക് ചോദിക്കാനുള്ള സ്പേസാണ് നിയമനിർമ്മാണ സഭ. അവിടെ നമ്മൾ ചോദിക്കും. ഞാൻ ആരോടെ മുമ്പ് പറഞ്ഞു, ബിഗ് ബോസിലെ ലൈവിലൊക്കെയാണ് ഇത്രയും നാൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടതെങ്കിൽ നിയമസഭയിൽ സംസാരിക്കുന്ന കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ, ഈശ്വരൻ അനുകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം വിളിക്കണം സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? അപ്പോൾ ഇതിന് നമ്മൾ അതാണ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശേഷിയുള്ളവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വരട്ടെ. അപ്പോൾ രാഷ്ട്രീയം കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടും. രാഷ്ട്രീയം മഹത്വവൽക്കരിക്കപ്പെടട്ടെ. അഖിലിൻ്റെ ഉള്ളിലെ ആ ബാലേട്ടൻ ആളുകൾ തിരിച്ചറിയട്ടെ. ജനം സ്വീകരിക്കട്ടെ അഖിൽമാരാറിനെ രാഷ്ട്രക്കാരൻ എന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ദൈവം തിരിച്ചറിയട്ടെ. കാര്യം കേരളം എന്ന ബിഗ് ബോസ് ഹൗസ് വെളിയിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്ന ആളാണ് ഈശ്വരന്. അപ്പൊ പുള്ളി എനിക്കിങ്ങനെ വോട്ട് ചെയ്തോണ്ടിരിക്കുക. കാര്യം സത്യം നമ്മുടെ കൂടെ അതല്ലോ. നല്ലത് സംഭവിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്.
ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.